അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. അപ്പോൾ ഞാൻ റെഗുലർ ആയിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ നല്ല ബിസി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2 ദിവസം വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാമെന്ന്. ഒന്നുമില്ല, കുറച്ച് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ വോയിസ് ഇവിടുന്ന് അത്ര ക്ലിയർ ഉണ്ടോയെന്ന് അറിയില്ല. അങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയപ്പം ഭയങ്കര സൗണ്ട് കേട്ടോ. ഈ മഴ പെയ്യുമ്പോൾ പാടം തോടൊക്കെ ഒന്നാവെന്ന് പറയൂലേ, അതേ സ്ഥിതിയാണ്. വീടും റോഡൊക്കെ ഒന്നായ പോലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. എല്ലാ വണ്ടികളും വരുമ്പോൾ നമ്മളെ വീട്ടിലേക്കാണ് വരുന്നതെന്നുള്ളൊരു ഫീലിംഗ് ആണ് കേട്ടോ. അത്രയും ക്ലോസ് ആയിട്ടാണ് ഇപ്പോൾ റോഡ് ഉണ്ടായിട്ടുള്ളത്. ഇനി നമുക്കിവിടെ ഡ്രെയിനേജും കൂടെ ഉണ്ട്. അപ്പോൾ ഡ്രെയിനേജും കൂടെ വരുമ്പോൾ കുറച്ചും കൂടെ ഇപ്പുറത്തേക്കാവും റോഡ്. ഡ്രെയിനേജ് കഴിഞ്ഞിട്ട് ഒരു ഫുട് പാത്തും ഉണ്ടെന്നാണ് ഉപ്പ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടേജ് മാത്രമേ ഇനി ഡ്രെയിനേജിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടുന്ന് ഓൺ വോയിസിൽ പറഞ്ഞാൽ ഒന്നും കേൾക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഭാഗത്ത് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മളെ പറമ്പിൻ്റെ ആ ഒരു അപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നൊരു റോഡാണിത്. ആ ഒരു സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത്ര ശബ്ദവും ഇത്ര ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവില്ല. ശരിക്കും നമ്മളൊരൊറ്റ ഗേറ്റിൽ നിന്നായിരുന്നു ഈ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഈ റോഡിന് വേണ്ടി സ്ഥലം പോയപ്പം ഈ ഒരു വഴി വേറെയും അതുപോലെ നമ്മളുടെ വീടിൻ്റെ ഗേറ്റ് വേറെ കാര്യം. അപ്പോൾ ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പള്ളി ഉള്ളത്. ജുമാ എന്നുള്ള പള്ളിയല്ല, പക്ഷേ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടെയാണ് ഉമ്മക്ക് തറാവിക്ക് വരുന്നത് കേട്ടോ. ഉമ്മ മാത്രമല്ല കേട്ടോ, ഇവിടെ അടുത്തുള്ളവരും പിന്നെ ഉപ്പ അപ്പം അങ്ങനെ എല്ലാവരും. അപ്പം ഞാൻ പുറത്തിറങ്ങി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ ഭയങ്കര ശബ്ദമാണ് വണ്ടികളുടെ. അപ്പം ഞാൻ നമ്മളുടെ ഈ ഒരു പ്രൈവറ്റ് റോഡിലേക്ക് കയറിയതാണ്. യൂഷ്വലി ഞാൻ വീക്കെൻഡ്സിൽ മാത്രമേ ഇങ്ങോട്ട് വരാറുള്ളൂ കേട്ടോ. നമ്മളെല്ലാവരും കൂടെ വരും, ഒരു ദിവസം സ്റ്റേ ചെയ്ത് പോവും. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് തോന്നി ഇനി നോമ്പ് തുടങ്ങി കഴിഞ്ഞാൽ ഒട്ടും നമുക്ക് വരാൻ പറ്റില്ല. തറാവി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ബിസി ആവുമല്ലോ. അപ്പം എനിക്ക് എന്തായാലും നോമ്പിൻ്റെ മുന്നേ 2 ദിവസം വീട്ടിൽ വന്ന് നിൽക്കണം എന്നുണ്ടായിരുന്നു. മാത്രമല്ല ക്ലിനിക്കും വീട്ടിലെ ജോലി നോമ്പ് പ്രമാണിച്ചിട്ടുള്ള കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കിനും ഫിസിക്കലി അല്ല ബട്ട് ഇമോഷണലി ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ടായി. നോട്ട് ഇമോഷണലി, മേ ബി മെൻ്റലി ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ടായി. ബിക്കോസ് നമ്മൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ അതപ്പം ചെയ്യണം, ഇതിപ്പോൾ ചെയ്യണം. അതായത് എനിക്ക് 11 ക്ലിനിക്കിൽ പോകണമെന്നുണ്ടെങ്കിൽ 10:30 ആകുമ്പോൾ ഞാൻ റെഡി ആവണം. അപ്പോഴത്തേക്കിനും ഈ ടൈം ആകുമ്പോൾ ഇത് തീർക്കണം, ആ സമയമാകുമ്പോൾ അത് തീർക്കണം എന്നുള്ള ആ ഒരു എന്താ പറയുക പ്ലാനിങ് ഉണ്ടല്ലോ. അപ്പം രാവിലെ, അതായത് തലേ ദിവസം രാത്രി ഉറങ്ങുമ്പോഴേ ഫുൾ പ്ലാനിങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു 1 വീക്കായിട്ട് ഭയങ്കര സ്ട്രെസ്സായിരുന്നു. പിന്നെ വീട്ടിലാണെങ്കിൽ നോമ്പിൻ്റെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്ലിനിക്ക് കഴിഞ്ഞ് വന്നാലും നല്ല പണിയുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് നോമ്പ് തുടങ്ങുന്നതിൻ്റെ മുന്നേ ഒരു 2 ഡേയ്സ് വീട്ടിൽ വന്ന് നിൽക്കാമെന്ന്. മാത്രമല്ല ഞാൻ കുറേ ദിവസമായിക്കിനെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട്, യൂഷ്വലി വീഡിയോസ് ഒരു 4-5 ഡേയ്സിൻ്റെ ഇടയിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഞാൻ നമ്മളെ പറമ്പിലൊരു ഊഞ്ഞാലുണ്ട് കേട്ടോ. അപ്പോൾ ആ ഊഞ്ഞാലിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഇവിടെ ഫുൾ കരിയിലകളാണ്, അതിൻ്റെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പം യൂഷ്വലി ഒരു 4-5 ഡേയ്സിൻ്റെ ഗ്യാപ്പിൽ ഞാൻ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. മാത്രമല്ല പരമാവധി എല്ലാ ദിവസവും ഞാൻ ഷോർട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യാനും നോക്കാറുണ്ട്. പക്ഷേ ഇപ്പം എൻ്റെ വീഡിയോസ് കണ്ടവർക്കറിയാം, മോസ്റ്റ്ലി നമ്മൾ വോയിസ് ഓവറാണ് കൊടുക്കാറ്. അപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇല്ലേ, ശരിക്കും അതിന് നമുക്ക് എന്ത് പറയണം എന്നുള്ളത് വളരെ സൈലൻ്റ് ആയിട്ട് ഉള്ളൊരു അറ്റ്മോസ്ഫിയർ കിട്ടണം. മാത്രമല്ല കുറച്ച് നമ്മുടെ ഒരു ഇമാജിനേഷൻ ഇല്ലേ, അത് വർക്ക് ചെയ്യാൻ വേണം. അത് ശരിക്കും പറയുകയാണെങ്കിൽ നോർമലി പറയുകയാണെങ്കിൽ ബ്രെയിൻ വർക്ക് ചെയ്യണം. പക്ഷേ എനിക്കൊന്നും പറ്റണില്ല. ആ ഒരു ലാസ്റ്റ് 2 വീക്സ് ആയിട്ട് എനിക്ക് വലിയ രീതിയിലൊന്നും എൻ്റെ ഒരു ബ്രെയിൻ ഫ്രീ ആവണില്ല. ഫുള്ളി സ്ട്രെസ്ഡ് ഔട്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു
എന്തായാലും വേണ്ടില്ല, നോമ്പ് തുടങ്ങുന്നതിൻ്റെ മുന്നേ ഒരു 2 ദിവസം വീട്ടിൽ വന്ന് നിൽക്കാം. അപ്പം അങ്ങനെയാണ് ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ വന്നാൽ ശരിക്കും ഒരു സ്ട്രെസ് റിലീഫാണ് കേട്ടോ. ഇപ്പം മനസ്സിലായില്ലേ ഞാൻ എന്തുകൊണ്ടാണ് ഇവിടേക്ക് സ്ട്രെസ് റിലീവ് ചെയ്യാൻ വരുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു തൊടേൻ്റെ, അതായത് ഈ ഒരു പറമ്പിൻ്റെ ഒരറ്റത്ത് നമ്മളെ വീടും ഒരറ്റത്ത് എൻ്റെ എളാപ്പൻ്റെ വീടുമാണ്. അപ്പോൾ നമ്മളെ വീടിൻ്റെ സൈഡിൽ കൂടെയാണ് റോഡ് പോണത്. അവിടെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹസിൽ ബസിൽ, ഭയങ്കര ഹോൺ, പിന്നെ ആംബുലൻസ്, പിന്നെ അതുപോലെ ഇന്ന് രാവിലെ തന്നെ ഞാൻ എണീറ്റത്, ഞാൻ സുബഹ് നിസ്കരിച്ച് ഉറങ്ങിയിട്ട് ഞാനൊരു 8 മണിയൊക്കെ ഇപ്പോൾ എണീറ്റത് ടാറിൻ്റെ മണം അടിച്ചിട്ടാ. അപ്പം നമ്മൾ ആക്ച്വലി ഒരു കരിഞ്ഞ മണമൊക്കെ വരുമ്പോൾ നമ്മൾ ടെൻഷൻ ആവൂലേ, സ്റ്റൗമ്മൽ എന്തോ വെച്ചിനോ, അങ്ങനെ ടെൻഷനായിട്ടാണ് ഞാൻ എണീറ്റ് പോയത്. നോക്കുമ്പം ഞാൻ ജസ്റ്റ് കേർട്ടൻ തുറന്ന് നോക്കുമ്പോൾ നമ്മളെ മെയിൻ റോഡിൽ, അതായത് ഹൈവേയിൽ അവർ ടാറിങ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ സ്മെല്ലാണ് വീട്ടിലേക്ക് വരുന്നത്. അപ്പം ഈ ഒരു പറമ്പിൻ്റെ 2 അറ്റത്ത് എന്ന് പറഞ്ഞാൽ രണ്ടും വേറെ വേറെ അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. എൻ്റെ വീട്ടിൽ പിന്നെ ഫുൾ വണ്ടി ശബ്ദങ്ങൾ, പിന്നെ പൊടി, ഫുൾ പൊല്യൂഷനാണ്. ഇവിടെ നേരെ അതിൻ്റെ ഓപ്പോസിറ്റാണ്. ഫുൾ ചെടികളും പിന്നെ ഭയങ്കര സൈലൻസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഒന്ന് വെറുതെ ഒന്ന് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് വെറുതെ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അൽഹംദുലില്ലാ നമുക്ക് ഭയങ്കര ബ്ലെസ്സിങ് ആട്ടോ ഇങ്ങനൊരു സ്പേസ് നമുക്ക് നടക്കാനും. പിന്നെ കണ്ടോ, ഇത് ശരിക്കും പറഞ്ഞാൽ ടാറിട്ട റോഡാണ്. നമുക്ക് മോർണിംഗ് വാക്കിനും പിന്നെ അതുപോലെ അല്ലാണ്ട് കുട്ടികളൊക്കെ ആയിട്ട് വരാനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ്. ഇത് ഞങ്ങളെ പറമ്പിൽ തന്നെ പണ്ട് ഇട്ടൊരു ഊഞ്ഞാലാട്ടോ. ഇത് ആക്ച്വലി എൻ്റെ എളാപ്പനെ ഞാൻ കുഞ്ഞിപ്പാന്നാ വിളിക്കുക. കുഞ്ഞിപ്പ ഇസു ഇവിടെ കുഞ്ഞിപ്പൻ്റെ മോളുണ്ട്. അപ്പോൾ ഇസുവിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഊഞ്ഞാലായിരുന്നു. ഇസു ഇപ്പം എറണാകുളത്താണ് ഉള്ളത്. പക്ഷേ ഈ ഊഞ്ഞാലിപ്പം നമ്മളൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നല്ല അടിപൊളി ഊഞ്ഞാലാണ്. അപ്പം ഇനി നമുക്ക് അങ്ങോട്ട് പോവാം, എളാപ്പൻ്റെ വീട്ടിലേക്ക് പോവാം കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ എൻ്റെ എളാപ്പൻ്റെ വീട് ആ സൈഡിലും, പിന്നെ ഇത് നമ്മളെ പറമ്പും അതുപോലെ എൻ്റെ വീട് ആ അറ്റത്തുമാണ്. ഇതാണ് നമ്മളുടെ റോഡ്. പിന്നെ ഇതാ ഇവിടെ നമുക്ക് വലിയ മാവുണ്ട്. മാവ് ഒന്നൊന്നല്ല കേട്ടോ, ഒരു 2-3-4 മാവുണ്ട്. പിന്നെ കശുമാവും ഉണ്ട് ഇഷ്ടം പോലെ. പണ്ടൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഇവിടെ നമുക്ക് കല്യാണങ്ങളൊക്കെ ഉണ്ടാകുമ്പില്ലേ, നമ്മൾ ഫുൾ ഈ തൊട ക്ലീൻ ചെയ്തിട്ട് ഇവിടെ ഇതിന് പന്തലൊക്കെ ഇടാറ്. അപ്പം എനിക്ക് നോമ്പ് തുടങ്ങുന്നതിൻ്റെ മുന്നേയുള്ളൊരു വീക്കാണുള്ളത്. ഈ വീക്ക് ഫുള്ളി ഞാൻ ബിസിയാണ്. പക്ഷേ ഈ ഒരു 2 days ഞാൻ എനിക്ക് വേണ്ടിയിട്ട് സ്പെയർ ചെയ്തായിരുന്നു കേട്ടോ. എന്നാലും എനിക്ക് തോന്നുന്നു എനിക്ക് ബാക്കിയുള്ള ദിവസങ്ങളിൽ പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി വീട്ടിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും ബാക്ക് ടു ലിറ്റിൽ ഹെക്ടിക് ഷെഡ്യൂളാണ്. മാത്രമല്ല നോമ്പ് തുടങ്ങണമായതുകൊണ്ട് കേട്ടോ, തുടങ്ങുന്നതിൻ്റെ മുന്നായിട്ട് കുറേ കാര്യങ്ങൾ ഫിനിഷ് ചെയ്യാനുണ്ട്. എസ്പെഷ്യലി ഈദൊക്കെ അല്ലേ വരുന്നത്, പെരുന്നാൾ പിന്നെ നോമ്പ് അത് കഴിഞ്ഞിട്ട് പെരുന്നാളൊക്കെ ആയതിനെക്കൊണ്ട് തന്നെ നമ്മളെ വ്യൂവേഴ്സ് ലോഞ്ചിൽ കുറേ പുതിയ പെരുന്നാൾ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കളക്ഷൻസൊക്കെ വന്നത് പോയി കളക്ട് ചെയ്യാനും പിന്നെ അത് ടാഗ് ചെയ്യാനും അങ്ങനെ പിന്നെ അതൊക്കെ ഹൈലൈറ്റിൽ ഞാൻ പറഞ്ഞല്ലോ ഷോപ്പിൽ എന്ന് പറഞ്ഞ അവിടെ നമുക്ക് ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയി വെക്കാനും അങ്ങനെ ഇഷ്ടംപോലെ പണികളുണ്ട്. പിന്നെ നോമ്പായിട്ട് നല്ല അടിപൊളി കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഓൺലൈനിലും പർച്ചേസ് ചെയ്യാം, അല്ലാണ്ട് ഷോപ്പിൽ നിന്നും പർച്ചേസ് ചെയ്യാം. ഷോപ്പിലാണെങ്കിൽ ഹൈലൈറ്റ് മോളിലെ 2nd ഫ്ലോറിൽ ഷാ ഷോപ്പിൽ എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഓൺലൈനാണെങ്കിൽ വീവേഴ്സ് ലോഞ്ച് 3 എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതിൽ ഓർഡർ ചെയ്താൽ മതി. നല്ല അടിപൊളി കോട്ടൻ്റെ സെമി പാർട്ടി വെയർസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം കഴിഞ്ഞ വീക്ക് ഇതുപോലെ ക്ലീനിങ് ഒക്കെ ആയിട്ട് ഞാൻ നല്ല ബിസി ആയിരുന്നു. ക്ലീനിങ് മാത്രമല്ല, ക്ലീനിങ്ങും അതിൻ്റെ കൂടെ ക്ലിനിക്കിൽ പോകണം, പിന്നെ ഈ ഫുഡ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യണം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പം അങ്ങനെ നല്ല ബിസി ആയിരുന്നു. അതിൻ്റെ ഒരു മുന്നത്തെ വീക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് മാംഗ്ലൂർ നമ്മൾ പഠിച്ച കോളേജിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം കോളേജിൽ പോയിട്ടുള്ള
വീഡിയോസൊക്കെ ഞാൻ ഒരു ഹാഫ് കുറച്ചൊക്കെ ആയിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ല ഇനി അടുത്തത് ഞാൻ മാംഗ്ലൂരിൽ പോയ വീഡിയോസാണ് എന്തായാലും പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. കാരണം അതിന് മുന്നേ ഞാൻ എടുത്ത കുറേ വീഡിയോസ് തന്നെ എനിക്ക് പോസ്റ്റ് ചെയ്യാനുണ്ട്. പക്ഷേ എനിക്ക് തോന്നി മാംഗ്ലൂരിൽ പോയ വീഡിയോസിന് എൻ്റെ കുറേ ഫ്രണ്ട്സ് കട്ട വെയിറ്റിംഗ് ആണ്. കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് എപ്പോഴാണ് അപ്ലോഡ് ചെയ്യാന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു 2-3 വീഡിയോസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു വീഡിയോ കഴിഞ്ഞാൽ ഞാൻ മാംഗ്ലൂർ പോയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അതിൽ കുറേ ഫുഡ് സ്പോട്ട്സ് ഉണ്ട്. എന്നാലും എല്ലാ ഫുഡ് സ്പോട്ട്സും നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മൾ വേറൊരു ആവശ്യത്തിന് പോയതായിരുന്നു. അപ്പോൾ ഒരു മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മൾ കോളേജിൽ തന്നെ ആയിരുന്നു. എന്നാലും എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ പഠിച്ച കോളേജിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സന്തോഷമില്ലേ, ശരിക്കും പറഞ്ഞാൽ നമ്മളെക്കാളും സന്തോഷം ടീച്ചേഴ്സിനായിരുന്നു കേട്ടോ. അപ്പം ഇനി റംദാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കറിയില്ല എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം നമ്മൾ നല്ല ബിസി ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മുന്നേ എടുത്തിട്ടുള്ള ഈ മാംഗ്ലൂർ പോയിട്ടുള്ള 3-4 വീഡിയോസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിന് മുന്നേ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ 1 by 1 ആയിട്ട് അപ്ലോഡ് ചെയ്യാം ഇൻഷാല്ല. ശരിക്കും ഞാൻ എപ്പോഴും വോയിസ് ഓവർ ആട്ടോ കൊടുക്കാറ്. കാരണം വേറെ ഒന്നുമല്ല, ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയാലും ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ കാലിക്കറ്റിൽ നിന്നാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയാൽ കാക്കൻ്റെ ഒച്ച, കാക്കൻ്റെ ശബ്ദം, അതുപോലെ കോഴീൻ്റെ ശബ്ദം ഇപ്പോഴും ഉണ്ട് കേട്ടോ. കാക്കൻ്റെ ഡിസ്റ്റർബൻസ്, കോഴീൻ്റെ ശബ്ദം, പിന്നെ അതുപോലെ അപ്പുറത്തെ വീട്ടിൽ അവർ അലക്കുന്ന ശബ്ദം, അങ്ങനെ പല പല നോയ്സ് ഡിസ്റ്റർബൻസ് ആണ്. പിന്നെ ആണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന മൈക്കിൽ വലിയ സംഭവം മൈക്കൊന്നുമല്ല, ഈ നോയ്സ് ക്യാൻസലേഷനോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം സൈലൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വോയിസ് ഓവർ ചെയ്യാൻ പറ്റുള്ളൂ. വോയിസ് ഓവർ മാത്രമല്ല, ഈ ഡയറക്റ്റ് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. പക്ഷെ ഞാൻ ഇവിടെ വന്നിരുന്നപ്പോഴാണ് ആലോചിക്കുന്നത്, ഇവിടെയുണ്ട് നല്ല കാക്കൻ്റെയൊക്കെ ശബ്ദം. എന്തായാലും അത് നിങ്ങൾക്ക് അത്ര ഡിസ്റ്റർബൻസ് ആവണില്ല വിചാരിക്കുന്നു. അപ്പം ഇതിൻ്റെ എളാപ്പൻ്റെ വീടാട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ തേഴ്സ്ഡേ ഇങ്ങോട്ട് വരേണ്ടതായിരുന്നു. ഇവിടെ എലീമ ഇവിടുത്തെ ഞങ്ങൾ തറവാടിൻ്റെ അടുത്തുള്ള LP സ്കൂളിലെ പ്രിൻസിപ്പളാണ്. അപ്പോൾ ആളുടെ റിട്ടയർമെൻ്റ് ആയിരുന്നു, സെൻഡ് ഓഫ് ആയിരുന്നു കഴിഞ്ഞ തേഴ്സ്ഡേ. പക്ഷേ അന്ന് വരാൻ പറ്റിയില്ല. അതിൻ്റെ സങ്കടം ഞങ്ങളിങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ഉള്ളോട്ട് കയറിയിട്ട് എലീമക്ക് എന്തൊക്കെയാണ് കിട്ടിയ സാധനങ്ങളൊക്കെ, ഗിഫ്റ്റ്സും കുറേ മൊമെൻറ്റോസൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ കാണിച്ചു തരാം. പിന്നെ എൻ്റെ ഉപ്പാടെ അനിയൻ, അതായത് ഞാൻ കുഞ്ഞിപ്പാന്നാണ് വിളിക്കുക, കുഞ്ഞിപ്പ ബോട്ടണി പ്രൊഫസറായിരുന്നു, പിന്നെ പ്രിൻസിപ്പളായി, ഇപ്പോൾ ആളും റിട്ടയർഡാണ്. അപ്പോൾ ഒരു ബോട്ടണി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ആളുടെ വീട് എങ്ങനെയാവുമെന്ന് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ വീടിൻ്റെ എൻട്രൻസ്. പിന്നെ 2 സൈഡിലും ഗേറ്റ് ഉണ്ട്. ഇവിടെയാണ് ഞാൻ നേരത്തെ വന്നിരുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആരും ഇരിക്കാറില്ല, പിന്നെ ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ എൻട്രൻസ് ഇവിടെയാണ്, പക്ഷേ നമ്മളാരും ഇതിലല്ല കയറാറ്. മാത്രമല്ല ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. ഇത് ഈന്താണ്, കണ്ടോ? ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ തോട്ടത്തിലുണ്ടായിരുന്ന ഈന്താട്ടോ. ആ ഈന്ത് പിന്നെ ഈ JCB കൊണ്ടുവന്നിട്ട് അങ്ങനെ തന്നെ അതിൻ്റെ അടിയിൽ നിന്ന് വേരോടുക്ക മണ്ണോടുക്ക എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പ്ലാന്റ് ചെയ്തതാണ്, ഇവിടെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്ന സമയത്ത്. പിന്നെ ഇതൊക്കെ കല്യാണം അടുപ്പിച്ചിട്ട് ഒന്നും കൂടെ റെനോവേഷൻ ചെയ്താണ് ഈ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ. അതായത് ഒരു ലോ മെയിൻ്റനൻസ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സംഭവങ്ങൾ സെറ്റ് ചെയ്തതാണ്. ഇവിടെ ആമ്പലുണ്ട് കേട്ടോ. പിന്നെ നല്ല രീതിയിൽ ഇവിടെ മെയിൻ്റനൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഒരു എക്സ്ട്രാ ഈ ആവശ്യമുള്ള മരങ്ങളല്ലാണ്ട് ഒരു എക്സ്ട്രാ ഒരു പുല്ല് പോലും ഇവിടെ ഉണ്ടാവില്ല. ഇതാ ഇവിടെ ഫുള്ള് പൈനാപ്പിളാണ്. നല്ല രസത്തിൽ പൈനാപ്പിളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ എല്ലാം നല്ല രസത്തിൽ ഉണ്ടാവും കേട്ടോ. എന്തൊക്കെയോ സാധനങ്ങൾ, കുറേ പൈനാപ്പിൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ ഉണ്ട് പൈനാപ്പിൾ.
പിന്നെ അതാ ചക്ക നമുക്ക് ഇവിടെ തന്നെ പറിക്കാം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇവിടെ എല്ലാ മരങ്ങളും ഇങ്ങനെയാണ് കേട്ടോ. എല്ലാം ഹൈബ്രിഡ് കൊണ്ടുവന്ന് വെച്ചതാണ്. അതായത് ഈ വീട് കൂടുമ്പോൾ തന്നെ ഹൈബ്രിഡ് കൊണ്ടുവന്ന് വെച്ചതാണ്. ഇനിയിപ്പോൾ 2 മക്കളാണ്, ഒരു ബോയ് ഒരു ഗേൾ. അപ്പം ഇതൊക്കെ സുമീൻ്റെ പെറ്റ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. സുമി ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ കളക്ട് ചെയ്യുന്ന സക്യുലൻസ് ആട്ടോ. നല്ല രസത്തിൽ പ്ലാന്റ് ചെയ്തിട്ട് അടിപൊളിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ലോ മെയിൻ്റനൻസ് ആയതുകൊണ്ടാണ് ഇത്ര അടിപൊളിയായിട്ട് ഇവിടെ ഉള്ളത്. നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് ഇതൊക്കെ. ആള് വെച്ചിട്ട് പോയതാണ്. ആളിപ്പോൾ ഹൈദരാബാദിലാണ്. അവിടെ ഫെലോഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ നാട്ടിലെത്തും. അപ്പോൾ ആളുടെ പ്ലാൻസ് ആണിത് കേട്ടോ. പല പല വെറൈറ്റി ഉണ്ട്. ഊട്ടിയിലും പിന്നെ അങ്ങനെ എവിടേക്കോ പോയപ്പോൾ കൊണ്ടുവന്നതാണ് ഇത്. പിന്നെ ഇവിടെ വേറെ എന്തൊക്കെ ഉണ്ടെന്ന് കാണണ്ടേ? ഇവിടെ ഇതൊക്കെ മാവാണ്. ഇതൊക്കെ പൂവിട്ടിട്ടുണ്ട്. അതുപോലെ ചിലതിന്മേലൊക്കെ മാങ്ങ. ഇതിന്മേൽ ഒരുപാട് മാങ്ങ ഉണ്ട്. ഇവിടെ ഫുൾ ഹൈബ്രിഡാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് പറിക്കാൻ പറ്റുന്ന ഹൈറ്റിലാണ്. ഇതുണ്ടോ? ഇതൊക്കെ നമുക്ക് പറിക്കാൻ പറ്റുന്ന ഹൈറ്റിലാണ്. പിന്നെ കറിവേപ്പിലൊക്കെ ഞാൻ എന്നും വന്ന് നോക്കും ഇതെങ്ങനെയാണ് ഇങ്ങനെ വളരുന്നത്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതൊക്കെ പൂവിട്ടിട്ടുണ്ട് കേട്ടോ. ഈ മാവും പിന്നെ നല്ലോണം ചക്ക ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കിട്ടിയ മൊമെൻറ്റോസൊക്കെ ഒന്ന് കാണാം. എനിക്കന്ന് വരാൻ പറ്റിയില്ല. അപ്പം അത് ഭയങ്കര വിഷമമായിപ്പോയി. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു. അതുകൊണ്ട് വരാൻ പറ്റാതെ. ഇതൊക്കെയാണ് എലിമക്കക്ക് തോഴനൂർ ഈസ്റ്റ് AMLP സ്കൂൾ തോഴനൂർ ഈസ്റ്റ്. തോഴനൂർ ദേശത്തിൻ്റെ ജനകീയ കൂട്ടായ്മ. റംലത്ത് ടീച്ചർക്ക് സ്നേഹാദരങ്ങൾ. ഞാൻ ഒരുപാട് ഗിഫ്റ്റ്സ് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് മൊമെൻറ്റോസ് കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ 34 വർഷത്തെ ഇനിയിപ്പോൾ എന്താ ഞാൻ വായിക്കണ്ട, അതാ നല്ലത്. സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന റംലത്ത് KP. ഇവിടെ നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വരച്ചു വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെതാ കുറേ മൊമെൻറ്റോസ് ഉണ്ട് ഇവിടെ. അങ്ങനെ ക്യാമറ സ്റ്റാൻഡിൽ വെച്ച് ഞാനൊരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഇരുന്നായിരുന്നു. അപ്പം ഞാൻ ഉമ്മൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നെ കാണുന്നുണ്ടോന്ന്. ഉമ്മ എന്ന് പറഞ്ഞിട്ടോ. എന്നെ കാണുന്നുണ്ടോ? അതിലും എന്നെ കാണുന്നുണ്ടോ? അങ്ങനെ വീഡിയോ എടുക്കാൻ വന്ന എൻ്റെ ബാക്കിൽ എന്നെ ഫോളോ ചെയ്തുകൊണ്ട് ഒരാളും കൂടെ വന്നിട്ടുണ്ട്. അല്ലമ്മ, നിങ്ങൾ എന്തിനാ വന്നത്? നിങ്ങൾ എന്തിനാ വന്നത്? അപ്പൊ നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഉമ്മക്ക് വീഡിയോ ഒന്നല്ല കേട്ടോ, ഉമ്മ അങ്ങനെ ചുറ്റും നോക്കാണ്
കറിവേപ്പില എന്തായി, പിന്നെ മാങ്ങ എന്തായി, പുളി എന്തായി. ഉമ്മ ഇവിടെ പുളി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഉമ്മ ആരോടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ പുളി അയക്കണമെന്ന്, ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ പുളി ഇവിടെ റെഡിയാണ്. അപ്പം ഉമ്മ അതെന്തായി നോക്കാൻ വേണ്ടി പോവാട്ടോ. അപ്പം ഇവിടെ പുളി ഉണ്ടോ നോക്കാൻ വേണ്ടി വന്നേനും നല്ല രീതിയിലൊരു ഇൻവെസ്റ്റിഗേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവാണ് കേട്ടോ. നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നേരത്തെ ഞാനൊരു ടാറിട്ട റോട്ടിലൂടെയാണല്ലോ പോയത്. മഴക്കാലത്ത് നമ്മൾ അതിലൂടെയാണ് പോവുക. അല്ലാണ്ട് ഇങ്ങനെ ഡ്രൈ ആയി കിടക്കുമ്പോൾ നമുക്ക് ഈ ഒരു വഴിയുണ്ട്. മഴക്കാലത്ത് ഇവിടെയൊക്കെ ഭയങ്കര പുല്ലാണ്. പുളി കിട്ടിയോ? കിട്ടിയിട്ടുള്ളൂ. ജോലി ഞാൻ ഇല്ലാന്ന്. അപ്പൊ ഞാൻ അത് മതിയോ പുളി? ഇനിയുണ്ടോ? ഇപ്പം ചൂടുകാലം ആയതുകൊണ്ടാണ് ഇവിടെ പുല്ലും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ നല്ല നീറ്റായിട്ട് കിടക്കണത് കേട്ടോ. മാങ്ങ ചീഞ്ഞ മാങ്ങ കേട്ടോ. ഇതാണ് നമ്മുടെ മാവ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് വലിയൊരു മാവ്. നല്ല അടിപൊളി മാങ്ങാണ്. പൂത്തിക്കണമ്മ? പൂത്തിട്ടൊന്നും ഇല്ല എന്നാണ് ഉമ്മ പറഞ്ഞത്. മേ ബി കുറച്ച് അവിടെ ഇവിടെയൊക്കെ പൂത്തിട്ടുണ്ടാവും. എന്തായാലും ഒരു മാങ്ങ വീണെടുക്കുന്നുണ്ടായിരുന്നു. ഇഷ്ടം പോലെ മാങ്ങ കിട്ടാറുണ്ട് കേട്ടോ നമുക്ക്. എവിടെ? പിന്നെ അത് അവിടെ ഉള്ള മാവ് നല്ലോണം പൂത്തിട്ടുണ്ട്. പിന്നെ ഇഷ്ടം പോലെ ഉണ്ട് അതിൻ്റെ മുകളിൽ. സൂം ചെയ്തിട്ട് കാണുന്നില്ല. ഇഷ്ടം പോലെ ഉണ്ട്. അതും ലാത്തിമാങ്ങ അമ്മ? ലാത്തിമാങ്ങ തന്നെയാണ് കേട്ടോ അതും. ഇത് ശരിക്കും ഇങ്ങനെ സ്റ്റെപ്പായിട്ടുള്ള പറമ്പാണ്. എന്താ കണ്ടോ? ഒരു സ്റ്റെപ്പായിട്ടുള്ളൊരു പറമ്പാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിലൂടെ നടന്നു പോലെ അത്ര എളുപ്പമല്ല. അതാ ഇഷ്ടം പോലെ മാങ്ങ ഇതിമ്മൽ ഉണ്ടായിട്ടുണ്ട്. അഗെയിൻ സൂം ചെയ്യുമ്പോൾ കാണുന്നില്ല കേട്ടോ. അപ്പം ഇനി ഞാൻ ഇന്ന് രാത്രി പോവും. തിരിച്ച് കാലിക്കറ്റിലേക്ക് പോവും. പോയി കഴിഞ്ഞാൽ ബാക്ക് ടു മൈ ബിസി ഷെഡ്യൂൾ. അപ്പം അതുകൊണ്ട് തന്നെ പോകുന്നതിന് മുന്നേ കുറച്ചും കൂടെ കാര്യങ്ങൾ ഫിനിഷ് ചെയ്യാനുണ്ട്. ഇത് ഈവനിങ് ഞാൻ വെറുതെ ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ വീടെത്തി. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി കൂടുതൽ നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് വരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എനിക്കൊന്ന് 490 ആയിട്ടുണ്ട്. ഒരു 10 ആളും കൂടെ സബ്സ്ക്രൈബ് ചെയ്താൽ 500 ആക്കാം. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ വീണ്ടും കാണാം. ദിസ് ഇസ് ഫറ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.